നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ അച്ഛനാ അമ്മയുടെ കാര്യമല്ലേ ചോദിച്ചത്? ആരുടെ അമ്മ? ആരുടെ അമ്മയെന്നോ? അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചതല്ലേ? അപ്പൊ അത് എന്റെ അമ്മയല്ലേ? ഇത്രയും കാലം നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ആങ്ങളെയും പെങ്ങളും ആയിട്ടല്ലല്ലോ, ഫ്രണ്ട്സ് ആയിട്ടല്ലേടാ നമ്മൾ കഴിഞ്ഞിരുന്നേ. എന്നിട്ട് പോലും നിനക്കൊന്ന് പറയാൻ തോന്നിയില്ലല്ലോ. ചേച്ചി, നീ തെറ്റ് ചെയ്തതുകൊണ്ടും അത് മൂടി വെച്ചതുകൊണ്ടും എന്തൊക്കെ അനിഷ്ടങ്ങളുണ്ടായേ. നിന്റെ കൂട്ടുകാരന്റെ ജീവൻ, സുജാത ആന്റിയുടെ കുടുംബത്തിന്റെ നാശം, അതൊക്കെ നിന്നെ കൊണ്ടായിരുന്നില്ലേ? പറയാൻ പലവട്ടം ശ്രമിച്ചതാ. നിങ്ങൾ കരഞ്ഞു നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അരഞ്ഞു നടന്നിട്ടുണ്ട് അവരെ തിരക്കി. പക്ഷെ നടന്നില്ല. എനിക്ക് അവളെ ഒന്ന് കാണണം, നടന്നതൊക്കെ ഒന്ന് പറയണം, മാപ്പിരക്കണം. എടാ, എന്റെ മോളെ നശിപ്പിച്ചത് നീയാണല്ലേ? എന്റെ കുടുംബം ഇല്ലാതാക്കിയത് നീയാണല്ലേ? എന്നിട്ടിപ്പൊ തേടി വന്നിരിക്കുക മാപ്പ് ചോദിക്കാൻ. വലിയ ഉദ്യോഗത്തിലിരിക്കുന്ന ആൾക്ക് അത് എളുപ്പമാണല്ലോ ഒരു സോറി പറഞ്ഞു പോവാൻ. പക്ഷെ നീ തകർത്തെറിഞ്ഞ എന്റെ മോളുടെ ജീവിതം അത് നിനക്ക് തിരിച്ചു തരാൻ പറ്റുമോ? നഷ്ടപ്പെട്ട ഇത്രയും വർഷങ്ങൾ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അവൾക്ക്? ചിരിച്ചു കാണിച്ചവരെല്ലാം ചതിച്ചല്ലോ. പഴയ കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ തുടങ്ങിയ, നല്ലവരുടെ പേര് പറയാൻ തുടങ്ങിയ, ആദ്യം നിന്നിൽ നിന്നാണ് ഞാൻ തുടങ്ങിയിരുന്നത്. നീ തന്നെ എന്റെ കുടുംബത്തോട് അത് ചെയ്തല്ലേ? സോറി ആന്റി, എനിക്കതറിയാമായിരുന്നെങ്കിൽ ഞാൻ രഘുവങ്ങളിലോടെങ്കിലും ഒന്ന് പറഞ്ഞേനെ. വേണ്ട, നീ എന്നോട് സംസാരിക്കണ്ട, നീ പോവാൻ നോക്ക്. ആന്റി, ഞാൻ ജ്യോതിയെ കാണണമെന്ന് ആഗ്രഹിച്ചത് ഒരു മാപ്പ് പറഞ്ഞ് അവളുടെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടിട്ടല്ല, അവളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന. അതെപ്പോഴും അങ്ങനെ തന്നെയാ. എന്റെ മനസ്സിൽ വേറൊരാളുമില്ല. ആന്റി, വാശി കാണിക്കാം നമുക്ക്. പക്ഷേ ഇവന്റെ മനസ്സിലെ നല്ല തീരുമാനം കാണാതിരുന്നൂടാ. ഇവൻ ജ്യോതിയെ കാണട്ടെ ആന്റി, അവർ തമ്മിലൊന്ന് സംസാരിക്കട്ടെ. എത്ര കാലം കഴിഞ്ഞാലും ഇതിന് ഒരു പരിഹാരം വേണ്ടേ? ഇവൻ അവളെ നേരിട്ട് കാണുമ്പോ അവളുടെ മനസ്സും തണുക്കും. ആന്റി, പ്ലീസ്. പോയി കണ്ടോളൂ. പക്ഷെ ഒരപേക്ഷയുണ്ട്. ഇത്രയും നാളും അവളുടെ ജീവൻ ബാക്കിയുണ്ടായിരുന്നു. ഇനി അതുകൂടി ഇല്ലാതാക്കരുത്. ഞങ്ങൾ പോയി കാണാം, അവളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. അതോടെ അവളുടെ കാര്യത്തിലുള്ള ആന്റിയുടെ സങ്കടം തീരും.
എന്റെ മനസ്സിലിപ്പോ നിന്നോട് പകയില്ല, വെറുപ്പില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ. അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? ചോദിച്ചു കേട്ടില്ലേ അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് പോകുന്നതെന്ന്? അമ്മ അവിടെ സുഖമില്ലാതെ കിടക്കല്ലേ, അപ്പ അച്ഛൻ അമ്മയുടെ അടുത്ത് തന്നെ വേണ്ടേ? നീ ഒന്ന് പോയേ. അച്ഛൻ ഇപ്പൊ തന്നെ തിരിച്ചു പോ, ഞാനും കൂടെ വന്നോട്ടെ. എനിക്ക് അമ്മയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയാ. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. എന്നാ അപ്പൂപ്പൻ വരുമ്പോ ഞാൻ പോയിക്കോട്ടെ. എനിക്ക് നിത്യാമ്മയെ കാണാതിരിക്കാൻ വയ്യ. എന്താ അച്ഛനാ അമ്മയുടെ കാര്യല്ലേ ചോദിച്ചത്? ആരുടെ അമ്മ? ആരുടെ അമ്മയെന്നോ? അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചതല്ലേ, അപ്പൊ അത് എന്റെ അമ്മയല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.